മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പാ എഴുതിത്തള്ളൽ പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. മൊറട്ടോറിയം പോരെയെന്ന് വ്യക്തമാക്കിയ കോടതി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. വയനാട് പുനരധിവാസ ഫണ്ട് കാലാവധിയിൽ കേന്ദ്രം കൂടുതൽ വ്യക്തത വരുത്തി. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, വായ്പ എഴുതിത്തള്ളണം എന്ന നിർദ്ദേശം കോടതി നൽകുകയാണ് കേന്ദ്രത്തിന്, വളരെ പ്രധാനമാണത്. ഒപ്പം തന്നെ ഈ പുനരധിവാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് എങ്ങനെയാണ്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പാ എഴുതിത്തള്ളലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. വായ്പ എഴുതിത്തള്ളൽ പരിഗണിക്കണം എന്നതാണ് ഹൈക്കോടതി കേന്ദ്രത്തോട് നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. മൊറട്ടോറിയം പോരാ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി. സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ പറയൂ. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത് ബാധിതരുടെ വായ്പ എഴുതിത്തള്ളലിൽ നിലപാട് അറിയിക്കണം എന്നുള്ളതാണ് സർക്കാരിനോട് കോടതി കഴിഞ്ഞ തവണ പറഞ്ഞത്. വായ്പയ്ക്ക് 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കും എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. വായ്പ എഴുതിത്തള്ളാൻ കഴിയില്ല എന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. വായ്പ തിരിച്ചടവ് പുനഃക്രമീകരിക്കും എന്നും കേന്ദ്ര സർക്കാർ പറയുകയുണ്ടായി. ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന് പറഞ്ഞ കോടതി മൊറട്ടോറിയം പോരാ എന്നും വായ്പ എഴുതിത്തള്ളൽ പരിഗണിക്കണമെന്നും കേന്ദ്രത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നിലവിലിപ്പോൾ മറ്റൊരു കാര്യം കൂടി കേന്ദ്രം വ്യക്തമാക്കിയത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഫണ്ട് വിനിയോഗ കാലാവധിയിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. വിവിധ വകുപ്പുകൾക്ക് നേരിട്ട് അക്കൗണ്ടുകളിൽ കേന്ദ്ര ഫണ്ട് എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളതും. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സംസ്ഥാന ധനവകുപ്പ് കേന്ദ്രത്തിന് നൽകണം എന്നും കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കുന്നു. അതായത് ഡിസംബർ 31 യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ബാങ്ക് വായ്പ എഴുതിത്തള്ളണം എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. വൈകാതെ കേന്ദ്രം അതിൽ നിലപാട് അറിയിക്കും. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. കോടതിയുടെ ചില നിർദ്ദേശവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളായിരുന്നു അത്.